ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യാനൊരു കാരണമുണ്ട്. കാലിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഒരു 1 വീക്കെങ്കിലും റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ക്രിബ് ബാൻഡേജൊക്കെ ചുറ്റിയിരിപ്പുണ്ട്. ഇവിടെയൊക്കെ നല്ല നീരുണ്ട് കണ്ടോ. ആക്ച്വലി സംഭവിച്ചത് ഇന്നലെ മോനെയും കൊണ്ട് സ്കൂളിലാക്കാൻ പോകുന്ന വഴിക്ക് ഞാൻ ബൈക്കിലാണ് പോയത്. ഒരു കാറുകാരൻ ചെറുതായിട്ടൊന്ന് സ്നേഹിച്ചതാണ്. എനിവേ, അപ്പോൾ വളരെ വിശദമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ മിനിഞ്ഞാന്ന് പോയിട്ട് ഒരു സാധനം ഞാനും കുടുംബമായിട്ട് പോയി വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു വീഡിയോ ആക്കി കാണിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഏതായാലും തൽക്കാലം അത് നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിയ സാധനം ആയി നിങ്ങളൊന്ന് കാണിക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ. വളരെ ഭംഗിയുള്ള കുറേ ചെടികളാണ്. എൻ്റെ അഡീനിയം ചെടികളാണ് നിങ്ങൾ പലരും കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് അഡീനിയത്തിൻ്റെ കളക്ഷൻ മാത്രമേ കാര്യമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അത് കാണിച്ചുകൊണ്ടിരുന്നത്. അഡീനിയം കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓർക്കിഡ് കഴിഞ്ഞാൽ മിനിയേച്ചർ ആന്തൂറിയം ഇഷ്ടമാണ്. ആന്തൂറിയം വെറൈറ്റീസ് മൊത്തത്തിൽ ഇഷ്ടമാണ്. ആന്തൂര്യത്തിൻ്റെ ചെറിയൊരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മുമ്പ് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമാണ് ശരിക്കും ബൊഗൈൻവില്ലയ്ക്ക് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ബൊഗൈൻവില്ല ചെടികൾ വാങ്ങിയെന്ന് ചോദിച്ചാൽ ഇത് ബൊഗൈൻവില്ലയുടെ സീസണാണ്. നമ്മളൊരു ബൊഗൈൻവില്ല കളക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ടൈമിലാണ് ഈ പ്ലാന്റ്സ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് കളേഴ്സ് നോക്കി വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ അവരൊരു മദർ പ്ലാന്റ് കാണിച്ചിട്ട് ഇതിൻ്റെ തൈയാണ് ഇതിൻ്റെ തരും. നഴ്സറിക്കാർ കുറേ സാധനങ്ങൾ തരും. പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിനാണ് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പ്ലാന്റ്സ് വാങ്ങണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പരിചയക്കാരുടെ വീട്ടിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ കൊണ്ട് വീട്ടിൽ കുത്തിവെച്ചാലും മുളച്ചു വരും. ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തുടങ്ങുമ്പോൾ ഇത് ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ പർച്ചേസിങ്ങും ഇത് വാങ്ങിയ സ്ഥലവും ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ പോട്ടിംഗ് മിക്സും ഇതിൻ്റെ പോട്ടിങ്ങും എല്ലാം ചേർത്ത് കാണിക്കണം എന്നാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പോട്ടിംഗ് മിക്സൊക്കെ ഞാൻ കാണിക്കാം. പക്ഷേ ആ സമയത്ത് ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല. കാരണം ഈ ഒരു പ്രശ്നം പറ്റിയത് കാരണം എനിക്ക് തൽക്കാലം അധ്വാനിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പൂക്കൾ കഴിഞ്ഞാലും ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഓരോന്നിൻ്റെയും കളർ എന്താണ്. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് അവിടെ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ചെടികൾ അല്ലെങ്കിൽ ബൊഗൈൻവില്ല, ആന്തൂറിയം, അഡീനിയം, ഓർക്കിഡ് ഇതിന് ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാൽ പൊതുവെ ഈ 1 ടൈം പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോകുന്ന ആ ചെടികൾ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം കുറേ എഫേർട്ട് പോകണം. ഒരിക്കലും പൂ വരും കൊഴിഞ്ഞു പോകും, പിന്നെ അടുത്ത് വിത്തിട്ട് വീണ്ടും മുളപ്പിക്കണം. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. സീസണിലാണെങ്കിലും ചെടി അങ്ങനെ നിന്നോളും, ഓരോ സീസണിൽ നന്നായിട്ട് പൂത്തോളും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. വെച്ചാൽ ബാക്കി ചെടികൾ മോശം എന്നല്ല, എനിക്കിവിടെ സൗകര്യം വളരെ കുറവാണ്. എന്തായാലും ഞാൻ 12 ചെടികളാണ് വാങ്ങിയിരിക്കുന്നത്. വീട്ടിൻ്റെ പുറത്ത് മതിലുണ്ട്. മതിലിൻ്റെ മുകളിൽ ഇത് നല്ല ഭംഗിയുള്ള പോട്ടിലാക്കി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ പർച്ചേസിങ്, ഞങ്ങൾ പോയ സ്ഥലവും ഇതിൻ്റെ പർച്ചേസിങ്ങും ഇതിൻ്റെ റേറ്റും മൊത്തം കണ്ട് തിരിച്ചു വരാം. ഓക്കെ, ഇന്ന് ഞങ്ങളുടെ കാറിൽ കുടുംബമായിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ട്രിപ്പാണ്. ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെടികൾ മേടിക്കുക. ചെടികളെന്ന് പറയുമ്പോൾ ബൊഗൈൻവില്ല തേടിയുള്ളൊരു യാത്രയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ട്രിവാൻഡ്രത്ത് നിന്ന് കിളിമാനൂർ MC റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ആ റൂട്ടിൽ കുറേ ഗാർഡൻസിൽ ഈ ബൊഗൈൻവില്ലയുടെ നല്ലൊരു കളക്ഷൻ കണ്ടു. ബൊഗൈൻവില്ല ചെടികൾ എൻ്റെ വീട്ടിലില്ല. എന്തായാലും അഡീനിയം കളക്ഷനായിരിക്കും കൂടുതൽ പേര് കാണുക. അപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ 1-2 ടൈപ്പ് ഓഫ് പ്ലാന്റ്സും കൂടെ വെക്കാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് അഡീനിയം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള ചെടികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ആന്തൂറിയം നല്ല ഇഷ്ടമാണ്. മിനിയേച്ചർ ആന്തൂറിയം എസ്പെഷ്യലി കുറച്ച് എന്തെങ്കിലും ഉണ്ട്, ബട്ട് അതൊന്ന് കളക്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ കുറച്ച് ഓർക്കിഡ് കളക്ട് ചെയ്യണമെന്നുണ്ട്. ഇന്നെന്തായാലും നമ്മുടെ യാത്ര ബൊഗൈൻവില്ല ചെടികൾ അന്വേഷിച്ചാണ്. ചിലപ്പോൾ ഒരു ഗാർഡനിൽ നിന്ന് മൊത്തം കിട്ടുകയാണെങ്കിൽ അത് മൊത്തം അവിടെ തന്നെ മേടിക്കും. അതല്ല എങ്കിൽ 2 സൈഡിലും കുറേ ഗാർഡൻ ഞാൻ കണ്ടു. വെറൈറ്റീസ് ഒരു 10-12 ചെടികൾ കളക്ട് ചെയ്യാനുണ്ട്. അത്രയും കളക്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും ഈ യാത്രയിൽ ഞങ്ങൾ ഒരു കാര്യം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കിളിമാനൂർ എത്തിക്കഴിഞ്ഞാൽ കിളിമാനൂർ കിടിലൻ റെസ്റ്റോറൻറ്റ് കിട്ടും. ഞങ്ങൾ ഡിന്നർ അവിടെ ആക്കിയായിരുന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഡിന്നറിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതും കൂടെ ഞാൻ കാണിക്കാം. എന്തായാലും പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒരു 20 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് എന്താണ് കീഴായിക്കോണം എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ബസ്സിലേക്ക് പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ 2 ഗാർഡൻ ഉണ്ട്. വലതുവശത്ത് സബർ എന്നൊരു ഗാർഡൻസ് കാണുന്നുണ്ട്, ഇടതുവശത്ത് ഒരു ബിസ്മി ഗാർഡൻസും കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡ് കാർ പാർക്കിംഗ് സൗകര്യത്തിന് ബിസ്മി ഗാർഡൻ തന്നെ നോക്കാം. എല്ലാം അവിടെ തന്നെ കിട്ടിയ വേറെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളി കളക്ഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് ഇറങ്ങിയിട്ട് എന്തൊക്കെയുള്ളത് നോക്കാം. ഫുൾ നമുക്കൊരു 10-12 മേടിക്കണം. അത്രയും ഇവിടുന്ന് മേടിച്ചതിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ നോക്കിയാൽ മതി. ഓക്കെ,
അടിപൊളി അടിപൊളി. ഇത് മേടിക്കണോ? ഇത് മേടിക്കണോ? അല്ല, ഞാൻ ഈ കളർ, ഈ ടൈപ്പ് ഇത് പറഞ്ഞാൽ മതി അല്ലേ? ഇത് പിങ്ക്, ഇത് കൊള്ളാം. ഈ വൈറ്റ് നല്ല നല്ല കളക്ഷൻ അല്ലേ? ഇത് രസമല്ലേ? ചേട്ടാ, ബൊഗൈൻവില്ലയുടെ കളക്ഷൻ കൊണ്ട് ഇറങ്ങിയതാ. എന്ത് വിലയുണ്ട് ഈ ചട്ടികളൊക്കെ? ആ ഇരിക്കുന്നേക്ക്, അവിടെ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്നതൊക്കെ 150. ഇതൊക്കെ 150 രൂപ കേട്ടോ, ഈ ഇരിക്കുന്ന റേഞ്ച്. ഇതെല്ലാം അടിപൊളിയുണ്ട്. യെസ്, ഞങ്ങൾക്ക് വേണ്ടത് അവിടെ നിന്ന് തന്നെ എടുക്കാം. അവിടെ അത്യാവശ്യം ഇവിടെ ഉണ്ട്. ഇത് എന്ത് വില? ഈ വൈറ്റും പിങ്കും എന്ത് വില? ഇതെല്ലാം 200-ൻ്റെ റേഞ്ച് കേട്ടോ, ഈ വൈറ്റും ഈ പിങ്കും കാണുന്നത്. എനിക്ക് ഓരോന്നും മതി. ഇതിങ്ങനെ നിൽക്കുക. ഇത് 2 പ്ലാന്റ് വരുന്നതുണ്ടോ? ഒരു ചട്ടി 2 പ്ലാന്റ് ഉള്ളത് ഇതാണ്ടോ? 200 രൂപ പറയുന്നത്. കുറച്ച് രൂപ ആയിരിക്കും അല്ലേ ലാസ്റ്റ് ആകുമ്പോൾ? ആഹാ, അവിടെ നിന്ന് പോയി. ലാവണ്ടറും വേണം എനിക്ക്. ഇല്ലല്ലേ? ആ, ഇത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം അല്ലേ? ബ്രാഞ്ചസ് ഉണ്ട്. അതല്ലേ അതിന്റെ ഈ വെറൈറ്റി, അതിന്റെ വൈറ്റ് ഇത് വ്യത്യാസമുണ്ട്. ഇതിന്റെ വേറെ പ്ലാന്റ് ഉണ്ടോ അവിടെ? ഞാൻ നോക്കിയെടുക്കാം. ചേട്ടാ നോക്കൊരു മിനിറ്റ്. ഇവിടെ ഇരിക്കുന്ന വില കൂടുതലാ? ആ, വലിയ വലിയ ചെടി. അത് വലുതാ. അത്ര വലുത് വേണ്ടല്ലേ? ഈ ടൈപ്പ് തന്നെ മതിയല്ല? ഇത് കൊള്ളാം അല്ലേ? കുറേ ബ്രാഞ്ച് ഉണ്ട്. പക്ഷെ അത് വേറെയാണല്ലോ ഏട്ടാ. അതിനകത്ത് അത് വേറെ അല്ല. ഓക്കെ ഓക്കെ. അത് കുറച്ച് വിരിയുമ്പോഴേ വെള്ളം മുട്ടെടുത്ത് കാണിക്കും. ശരി കേട്ടോ. ഇതിന്റെ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ അകത്തൊരു വൈറ്റ് ഇവിടെ കാണുന്നുണ്ടോ? ഇരിക്കട്ടെ, ഞങ്ങൾ സെലക്ട് ചെയ്യാവേ. ഈ സൈഡ് ഇരിക്കുന്നേ നമുക്ക് ആ 150-200 റേഞ്ചിൻ്റെ മതി അല്ലേ? ഉണ്ട്. ആ, ഇത് കൊള്ളാം അല്ലേ? കണ്ടോ? ഇത് 150. ഇത് 150 രൂപ കേട്ടോ. ഈ പൂക്കളുള്ളപ്പോഴുള്ള ഭംഗിയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പിന്നെ എടുക്കാം. ചെടി അങ്ങോട്ട് വെക്കുവോ? $350. ഞാൻ ഒരുമാതിരി നല്ല എടുത്ത് വെക്കണം, ചിലപ്പോൾ മാറ്റുവേ. ഇത് 150. അല്ല, അത് ഒരെണ്ണം അങ്ങനെ എടുത്തിട്ട് ഒരുമാതിരി വിട്ട് നിൽക്കും. നോക്കാം, നമുക്ക് നോക്കാം. ഇതൊക്കെ നല്ല വിലയാ. ഇതിനൊക്കെ എന്ത് വില ഉണ്ട് ചേട്ടാ? 750. കേട്ടോ, 750 രൂപ പറയുന്നത് കേട്ടോ. 750. നിങ്ങളുടെ ഗാർഡനിൽ ആൾ വരും കേട്ടോ. അത് യൂട്യൂബ് വീഡിയോ ആണ്. ആ,
ഞാൻ പേര് ബിസ്മി ഗാർഡൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അത് തന്നെ അല്ലേ? ഇത് വേണോ ലേക്കെ? സാധാ കോമൺ സാധനമാണ് അത്. ഇതാ അത് നല്ല ഇത് വേണോ? ഇത് മജന്ത, അത് വേറെ കളറ് അല്ല, രണ്ടും പല പല കളറൊക്കെ ഉണ്ടേ. ആ ഇത് വെച്ചോ. ഓക്കെ ഓക്കെ, പിങ്ക് അല്ലേ? പക്ഷേ ഇതിൽ പൂക്കൾ ഒരുപാട് വരുമോ? നിറച്ച് വരുമോ? ഇതിന്റെ തന്നെ വേറെ വ്യത്യാസമുള്ള വെറൈറ്റി ശരിക്കും പൂണ്ടാവും. ഇത് കംപ്ലീറ്റ് പൂവാകുന്നു. നോക്കാം, ലാസ്റ്റ് ഞങ്ങൾ എടുക്കാം കേട്ടോ. ഇതിന്റെ നമ്മൾ പൂർണ്ണം എടുത്തത് ഇത് 450. അതൊക്കെ 450. പക്ഷെ 450 എടുത്താലേ എല്ലാത്തിലും ഈ ടൈപ്പ് ഉണ്ടാവില്ല. ഇത് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഇതിന്റെ തന്നെ വെള്ള ഇരിപ്പുണ്ട്. ഈ മോഡൽ അത്രയല്ലേ ഉള്ളൂ. മാറി ഞങ്ങളുടെ അടുത്ത് ബാക്കി ടൈപ്പ് ഒന്നും ഇല്ലല്ലോ, ഈ ബാക്കിയൊന്നും ഇല്ലല്ലോ. അതാ പ്രശ്നം. ഒരേ അളവല്ലെങ്കിൽ ഇത് നോക്കിയാലേ ഇത് രസമാണ്. ഒരു യെല്ലോ വേണം. ആ ഇരിക്കുന്നിടത്ത് നോക്കി, അതന്നെ ഇതാ നല്ലതല്ലേ? ആ ഈ വെള്ളം എടുത്തില്ല അല്ലേ? ആ വെള്ളം എടുത്തിട്ടില്ല. ഇതിലേതാ നല്ലത്? ചെടി ഇതാ നല്ലത് അല്ലേ? പൂ ഇതിലാണല്ലേ? ഇത് മതി അല്ലേ? വേണ്ട വെരിഗേറ്റഡ് കണ്ടോ? പക്ഷെ വെരിഗേറ്റഡ് ഞാൻ നോക്കും പലപ്പോഴും പൂ വളരെ കുറവേ കാണാറുള്ളൂ. വേണ്ട, തൽക്കാലം എനിക്ക് ഇതിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. ഞാൻ വരാം വേറൊരു ദിവസം. ഇപ്പോൾ എടുത്താൽ ഞാനൊന്ന് നോക്കട്ടെ. ഫൈനൽ സെലക്ഷൻ കേട്ടോ. ഇപ്പം ഇത്രയും ചെടികളാണ് ഞങ്ങൾ ഫൈനലായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന്നൊരു 10 എണ്ണം നോക്കാം. ഇതെന്തായാലും വേണം ഫൈനൽ. 1 ഇതെടുത്തു. 2 3 4 ഇത് ചേഞ്ച് ചെയ്യണോ? ആ ഇതൊന്ന് ചേഞ്ച് നോക്കാം കേട്ടോ. കുറച്ച് ഹൈറ്റുള്ള സാധനം ഇത്. ഇതെടുക്കാം. 5 6 7 8 ഇത് രണ്ട് ടൈപ്പാണ്. പക്ഷെ വലിയ അത്ര ഹെൽത്തി പ്ലാന്റ് അല്ല ഇത്. വേറെ ഇല്ല, ഇതേ ഉള്ളൂ ഇവിടെ. കൊള്ളാട്ടോ, ഹെൽത്തിയാ. ഇതൊരെണ്ണം മാറ്റിയെടുക്കട്ടെ. ഇതെന്തിനാ 400? സെയിം അല്ലേ ഇതും? 2 പൂവ് കൂടുതൽ നിങ്ങൾ മാറ്റിയേക്കുമല്ലേ ഇങ്ങോട്ട്? അഡ്ജസ്റ്റ് ചെയ്ത് തരണേ. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഫൈനൽ സെലക്ഷൻ കേട്ടോ. ഒരു 12 പ്ലാന്റ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 12 ടൈപ്പാട്ടോ. ഇത്രയും ഇത് എത്രയത്? ഇത്രയും കാണിച്ചിരിക്കുന്ന 200ൻ്റെയും ഇത് 150. 350 അത് 400 രൂപയാണ്. ഒരു 50 രൂപ കുറച്ച് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. 350 രൂപയ്ക്ക് തരാമെന്ന്. അപ്പോൾ എല്ലാം കൂടെ എത്രയായി പറഞ്ഞേ? എന്നിട്ട് ഡിസ്കൗണ്ട് വന്നാൽ ഒരുമിച്ച് 1 2 3 4 5 6 7 1050 800 1850 350 2200 1850 അല്ലേ പറഞ്ഞേ? 2000 പോരെ ഇത്രയ്ക്കും? ആ അടുത്തെന്താ?
എല്ലാം കൂടി 2250 300 2100 കൊടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ചെടികളുടെ ഒന്നും വില പറയാറില്ല എന്നൊരു വിഷം എല്ലാവർക്കും തീർന്നുണ്ടാവും എന്ന് കരുതുന്നു. കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കുന്നത്രയും 200-ൻ്റെത്, ഇത്രയും 150-ൻ്റെത്, അത് 350 വിളി തന്നെ. അതിൻ്റെ വേറെ ഉണ്ട്, പക്ഷെ അത് അത്രയും ഹെൽത്തി ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ആ ചെടികൾ. അപ്പോൾ എന്തായാലും പ്ലാൻ ചെയ്ത പോലെ ബാക്കി വീഡിയോ ഞാൻ കാണിക്കാം. ഇതിൻ്റെ പോട്ടിങ് എങ്ങനെയാണ്, പോട്ടിങ് മിക്സ് എങ്ങനെയാണ്, എല്ലാം കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.